നമസ്കാരം. സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൊതുവിലുള്ളൊരു കാര്യമാണ് ചർച്ച ചെയ്യപ്പെടാനുള്ളത്. അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് 2018 ശേഷം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2024 എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ധാരാളം മഴയുണ്ടാകുന്നുണ്ട്. വളരെ കൂടുതൽ മഴ പെയ്താലും കുറച്ച് സമയമേ വെയിലുണ്ടെങ്കിൽ ആ വെയിലിന് വലിയ ചൂടാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് പെയ്തു വീഴുന്ന ജല വ്യവസ്ഥകൾ പ്രപഞ്ചത്തെ തണുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ മാറ്റത്തെയാണ് ജ്യോതിശാസ്ത്രപരമായി കാണിക്കുന്നത്. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇവ മാറി മാറി വന്നു കഴിഞ്ഞു എന്നാണ് പൗരാണിക വിധി. സംഭവിക്കാനുള്ളതിനെ മനുഷ്യപ്രയത്നം കൊണ്ട് തടയാനാവില്ല എന്നുള്ളതിന് തെളിവാണ് പലപ്പോഴും ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള പ്രകൃതിയുടെ ഭീകരമായ വിലാസങ്ങൾ. ഈശ്വരവിലാസം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ അതിൻ്റെ വലിപ്പത്തെ അവഗണിക്കുകയാണ് വാസ്തവത്തിൽ മനുഷ്യൻ ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ വളർച്ച, ടെക്നോളജിയുടെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ ഈശ്വരവിലാസത്തെ അവഗണിക്കുന്നത്. ശാസ്ത്രം എവിടെ നിന്നുണ്ടായി, ടെക്നോളജി എവിടെ നിന്നുണ്ടായി എന്നവൻ ചിന്തിക്കണം. തീർച്ചയായും മഹാഭാരത രാമായണങ്ങളിൽ എഴുതപ്പെട്ടതും അതുപോലെ തന്നെ പൗരാണിക ഗ്രന്ഥങ്ങൾ വിശദമാക്കപ്പെട്ടതുമാണ് ഇന്ന് ശാസ്ത്രമായി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും വിശദമായി നമുക്ക് പറയേണ്ട കാര്യമില്ല. ജനങ്ങൾക്കെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് അജ്ഞത നടിക്കുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ. അത് മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നൊരു വലിയ സത്യം തന്നെയാണ്. പ്രപഞ്ച വ്യവസ്ഥകൾക്ക് വായുവിനെ സമ്മാനിക്കുന്നതും അതുപോലെ ഈ മഴയെ ഉണ്ടാക്കുന്നതും തീവ്രമായ വെയിലിനെ ഉണ്ടാക്കുന്നതും ശൈത്യത്തെ തരുന്നതുമെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് വലിയ മനസ്സെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ പ്രപഞ്ചത്തിൽ ഉടലെടുക്കുന്നതാണ്. ഒന്നിനെയും അംഗീകരിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് പുതിയ കാല മനുഷ്യൻ്റെ ഒരു ജീവിത സാക്ഷാത്കാരമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഞങ്ങൾ ശാസ്ത്രയുഗത്തിൻ്റെ വ്യക്തികളാണ്, ഈശ്വരനല്ല ശാസ്ത്രമാണ് യുഗത്തിൻ്റെ അധിപൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. എന്താണ് ഇതിനൊരു മറുപടി എന്ന് പറയുന്നത്? എത്രയോ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രളയത്തെ കണ്ടു. ഒരിക്കലും മാറ്റിമറിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള രോഗദുരിതങ്ങളെ കണ്ടു, അല്ലേ? കുഷ്ഠം ഉൾപ്പെടെ, ക്ഷയം ഉൾപ്പെടെ, വസൂരി ഉൾപ്പെടെയുള്ള ഭീകരമായ രോഗങ്ങളെ നമ്മൾ കണ്ടു. നമുക്ക് അതിനെ മരുന്നുകൊണ്ട് അല്ലെങ്കിൽ മെഡിസിൻസുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. ഈ മെഡിസിൻസുകൾ എവിടെ നിന്നുണ്ടായതാണ്? ഓരോന്ന് ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇല്ലാതാകേണ്ടുന്ന കാലവും ഈശ്വരൻ എഴുതപ്പെടും. സൃഷ്ടിക്കപ്പെടുന്നതിന് ശേഷം ഇല്ലാതാകേണ്ടുന്ന കാലത്ത് തന്നെ അത് ഇല്ലാതാവത്തുള്ളൂ. അതിന് വേണ്ടുന്ന സംവിധാനം മനുഷ്യനെ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ ഈശ്വരൻ ചെയ്യുന്നത്. അതാണ് രോഗദുരിതങ്ങൾക്ക് ഇവിടെ മരുന്നുകളായി സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ നിന്നല്ലാതെ ഒരു വ്യവസ്ഥകളിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. മരം കിളിർക്കുന്നതും വിശിഷ്ടമായ ഫലമൂലാദികൾ ഉണ്ടാകുന്നതും ആഹാര സാധനങ്ങൾ ഉണ്ടാകുന്നതും പാർപ്പിടം നിർമ്മിക്കാൻ കഴിയുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഈശ്വര ചൈതന്യങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അധികാരികളെന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ചിന്തിക്കുകയല്ല, അതാണ് സത്യമെന്ന് ചിന്തിക്കുക. പ്രളയം, രോഗദുരിതങ്ങൾ, ജനനം, മരണം എന്നിവ എന്തുകൊണ്ട് മനുഷ്യൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? പ്രളയമുണ്ടായി, ഭീകരമായ രോഗമുണ്ടായി, ജനനമുണ്ടാകുന്നു, മരണം നടക്കുന്നു. ഇതെല്ലാം ശാസ്ത്രയുഗത്തിന് അധിപനെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? ഇതിനെല്ലാം ഈശ്വരൻ്റേതായിരിക്കുന്ന അദൃശ്യമായ കരങ്ങൾ ഉണ്ടാകേണ്ടുന്നതാണ്. 2024 എന്ന് പറയുന്ന ഈ വർഷം വീണ്ടും ഒരു പ്രളയ സാധ്യതയുള്ള വർഷമാണ്. കാരണം 1924 എന്ന വർഷത്തിൽ ഈ പ്രപഞ്ചം ഇളകി മറിയുന്ന തരത്തിൽ ഒരു പ്രളയം ഉണ്ടാവുക തന്നെ ചെയ്തു. ആ പ്രളയത്തിൽ കര കടലായി, കടൽ കരയായി മാറി, നമ്മുടെ തുറമുഖങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അത്തരത്തിൽ വളരെ വലിയ ഒരു പ്രളയം ആ സമയത്തുണ്ടാവുക തന്നെ ചെയ്തു. ഓരോ 100 വർഷങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ ഓരോന്ന് ഈശ്വരൻ സംഭവിപ്പിക്കും എന്നത് ഉറപ്പാണ്.
ജ്യോതിശാസ്ത്ര വിധിയിൽ 2024 നല്ല പ്രളയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നതാണ് വയ്പ്. നമ്മുടെ കൺമുമ്പിൽ നടന്ന 2018, 2019 കാലങ്ങളിലെ പ്രളയം, മഹാമാരി, അതിൻ്റെ മുൻകാലങ്ങളുണ്ടായിരുന്ന പ്രളയം, മുൻകാലങ്ങളുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതെല്ലാം തന്നെ ഈശ്വര ചൈതന്യങ്ങളുടെ വ്യവസ്ഥകളുണ്ടായതാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മനുഷ്യന് ഇങ്ങനെയല്ലാതെ ഒരു തിരിഞ്ഞെതിർപ്പ് പ്രകൃതിക്കോ ഈശ്വരനോ നൽകാനാവില്ല. അങ്ങനെ തിരിഞ്ഞെതിർപ്പ് നൽകി കുറേയേറെ നാശം വിതച്ചു വീണ്ടും ആ നാശം കണ്ട് മനുഷ്യരാകുന്ന ഞങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് നന്മയിലൂടെ മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കും ഭൂമിക്കും നന്മയുണ്ടാവുകയുള്ളൂ എന്നവൻ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രളയങ്ങളും മഹാമാരികളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന 2024 കഴിഞ്ഞ് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു വലിയ പ്രളയത്തിന് സാധ്യതയേറെയാണ്. മനുഷ്യൻ ഭയപ്പെടാതെ തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ഈശ്വരന് സങ്കീർത്തനങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, കാരണം ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ടാകും. മറ്റു കാര്യം പറയാനുള്ളത്, മുല്ലപ്പെരിയാർ പോലെ അപകടത്തിന് സാധ്യതയുള്ള അവസ്ഥകളെ അധികാരികൾ അവഗണിക്കാതെ, അതുപോലെ തന്നെ അണക്കെട്ടുകളുടെയും ജലസഞ്ചയങ്ങളുടെയും ഒക്കെ ബലം അത് നിരീക്ഷിച്ചറിഞ്ഞ് അപകട സാധ്യതയുള്ളതാണെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ആ പ്രതിവിധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വ്യവസ്ഥകൾക്കുണ്ടാകുന്ന നാശത്തെ നമുക്ക് നല്ലൊരു തരത്തിൽ തടയാനാകും. അപ്പോൾ 2024 എന്ന് പറയുന്ന ഈ വർഷം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ജലഭീകരത ഉണ്ടാകുന്ന വർഷമാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരികൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രളയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നന്മ. നന്ദി.